ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ടീച്ചിങ് വേൾഡ്സ് അസിസ്റ്റർ. ഇപ്പോൾ നമ്മൾ സാമൂഹ്യശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണവും മനുഷ്യരും, അതായത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഭക്ഷണവും മനുഷ്യരും എടുത്തു. പകുതി വരെ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. ഞാൻ അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് കൈമാറ്റ സമ്പ്രദായത്തിനെ കുറിച്ചാണ്. കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതി ആണ് കൈമാറ്റ സമ്പ്രദായം. അപ്പൊ എന്താണ് കൈമാറ്റ സമ്പ്രദായം എന്ന് പറഞ്ഞാല്, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയുന്നത്. കൈമാറ്റ രീതി അറിയപ്പെട്ടിരുന്നത് ബാർട്ടർ സമ്പ്രദായം എന്നാണ്. കൈമാറ്റ രീതി അറിയപ്പെടുന്നത് എന്താണ്? ബാർട്ടർ സമ്പ്രദായം എന്നാണ് കൈമാറ്റ രീതി അറിയപ്പെടുന്നത്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് കൈമാറ്റ സമ്പ്രദായം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. നഗര രൂപീകരണം അടുത്ത ടോപ്പിക്ക്. സാധനങ്ങളുടെ കൈമാറ്റം സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്കും നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. എങ്ങനെയാണ് നഗരങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുന്നത്? നഗരങ്ങളുടെ രൂപപ്പെടാൻ പ്രധാന കാരണം എന്താണ്? സാധനങ്ങളുടെ കൈമാറ്റം. സാധനങ്ങളുടെ കൈമാറ്റം സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി. അതിലൊന്നാണ് ചന്തകളുടെ രൂപീകരണം. ചന്തകൾ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് നഗര രൂപീകരണം പറയുന്നത്? എങ്ങനെയാണ്? സാധനങ്ങളുടെ കൈമാറ്റം, കച്ചവടം, അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറി. ഈ കച്ചവട കേന്ദ്രങ്ങൾ പ്രധാന നഗരങ്ങളായിട്ട് മാറി. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്ക്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശം മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കൈമാറ്റം നിലനിന്നിരുന്നത് റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ തുടങ്ങിയവരുമായിട്ട് ആയിരുന്നു. അപ്പൊ പ്രധാനമായിട്ടും സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായിട്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടത് സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പൂ, കറുവപ്പട്ട, ജാതിക്ക തുടങ്ങിയവയായിരുന്നു ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തിരുന്നത്. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറുത്ത പൊന്ന് എന്നറിയപ്പെട്ട സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. കറുത്ത പൊന്ന് എന്നെന്താ അറിയപ്പെടുന്നത്? കുരുമുളക്. അപ്പൊ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാണ്? കുരുമുളക്. ഈ പിക്ചർ തന്നിരിക്കുന്ന ആള് അറിയാവോ? ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ എന്തൊക്കെ കൊണ്ടുപോയെന്നാ പറഞ്ഞേ? 60 ഇരട്ടി യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയതായിട്ട് ചരിത്രരേഖകളിൽ പറയുന്നു. ഇപ്പൊ പിക്ചറിലുള്ളത് ആരാണ്? പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ. ഇനി നമുക്ക് ഓരോ വിളകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ കുരുമുളക്,
അതുപോലെ കറുവപ്പട്ട, ഏലം, ജാതിക്ക, ഗ്രാമ്പൂ, ഇഞ്ചി, പേരയ്ക്ക, കശുവണ്ടി, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, പപ്പായ, കൈതച്ചക്ക പോലുള്ള കാര്യങ്ങളെ കുറിച്ചും കൂടി ഇനി പറയാനുണ്ട് കേട്ടോ. ആദ്യം കുരുമുളക്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക്. ആരാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ്? കുരുമുളക്. അപ്പൊ കുരുമുളകിന്റെ ജന്മദേശം ഏതാണ്? ദക്ഷിണേന്ത്യ. കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യ. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് കുരുമുളക്. ജന്മദേശം ദക്ഷിണേന്ത്യ. കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റമിനുകൾ, ധാതുക്കൾ എല്ലാം തന്നെ കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകം ഏതാണ്? പൈപ്പറിൻ. കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകം പൈപ്പറിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായിട്ടും കുരുമുളക് ഉപയോഗിക്കുന്നു. എന്താണ് കുരുമുളകിന്റെ ഉപയോഗം എന്ന് പറയുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകുക, ഔഷധമായിട്ടും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനത്തുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. അപ്പൊ കുരുമുളകിനെ കുറിച്ച് എന്തൊക്കെയാ പഠിച്ചേ? കുരുമുളകിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കറുത്ത പൊന്നെന്നറിയപ്പെടുന്നു. കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകമാണ് പൈപ്പറിൻ. കുരുമുളകിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റമിനുകൾ, ധാതുക്കൾ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകുവാനും ഔഷധമായിട്ടും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനത്തുള്ളത് കുരുമുളക്. അടുത്തത് കറുകപ്പട്ട. നമ്മൾ കറുകപ്പട്ട എന്ന് പറയും, കറുവപ്പട്ട. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോ കറുവപ്പട്ട കൃഷിത്തോട്ടം കൂടുതലായി ഉള്ളത് എവിടെയാണ്? കേരളത്തിൽ. കേരളത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതനമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്തിനാണ് പ്രധാനം? കറുവാത്തോട്ടം. കറുവപ്പട്ട ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് പുരാതനമായിട്ടുള്ള കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. അപ്പൊ റാണി ആരാ? ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാണ് ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലം. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഉള്ളത്, പിന്നെ എവിടെയാ? ആസാമിലും ധാരാളമായിട്ട് ഏല കൃഷിയുണ്ട്. എന്നാൽ ഏലത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ്. ഓക്കെ. അപ്പൊ ഏലം എന്ന് പറയുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിയാണ്. കേരളത്തിലും ആസാമിലും ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. അടുത്തത് ജാതിക്ക. ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ജാതി എന്ന് പറയുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ജാതി മരം സമൃദ്ധമായി വളരുന്നു. കേരളത്തിൽ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ജാതിമരം സമൃദ്ധമായി വളരുന്നു. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോരുന്നതായി ചരിത്രരേഖകൾ ഉണ്ട്. അപ്പൊ മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. വസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിക്കുന്നു. എന്തിനൊക്കെയാണ് ജാതിക്ക ഉപയോഗിക്കുന്നത്? വസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിക്കുന്നു. അടുത്തത് ഗ്രാമ്പു. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2-ാമത്തെ സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പു. നമ്മൾ നേരത്തെ 1-ാമത്തത് പറഞ്ഞു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനം കുരുമുളകിന്, 2-ാം സ്ഥാനം ഗ്രാമ്പു. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമ്പു കൃഷി സ്ഥലങ്ങളുള്ളത്.
അപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. കേരളം, തമിഴ്നാട്. ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനക്കാരാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് കൂടുതൽ ഗ്രാമ്പു കൃഷി ഉള്ളതെങ്കിലും ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനക്കാരാണ്. ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനക്കാർ. ഗ്രാമ്പുവിന്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ ഉപയോഗിക്കുന്നത്? ഗ്രാമ്പുവിന്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത്. ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം തന്നെ ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്നു. ഗ്രാമ്പൂവിൽ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഇഞ്ചി. ഗ്രാമ്പൂവിന്റെ പൂമൊട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഇഞ്ചി ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. അപ്പൊ ഇഞ്ചിയുടെ ജന്മദേശം എന്താണ്? ഇന്ത്യയോ മലേഷ്യയോ ആണെന്നാണ് കരുതപ്പെടുന്നത്. ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ആരാ? ചൈനക്കാർ. ഓർമ്മിക്കുന്നേ. പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. കൃഷി ചെയ്യുന്നത് ഏഷ്യയിൽ തന്നെയാണ്. എങ്കിലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരളം. ഇനി കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം മാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതൊക്കെയാണ്? പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് എന്നിവയെല്ലാം തന്നെ വിദൂര ദേശങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൈമാറ്റം ചെയ്തതാണ്. ഇനി വിദൂര ദേശങ്ങളിൽ നിന്നും ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഏതൊക്കെയാണ്? പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദൂര ദേശങ്ങളിൽ നിന്നും ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ പേരയ്ക്ക. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പേരയ്ക്ക. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്ക. ഇന്ത്യയിൽ എത്തിച്ചത് ആരാണ്? പേരയ്ക്ക പോർച്ചുഗീസുകാർ. വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയ ധാരാളമായിട്ട് പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ എ, ബി, സി മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇതും ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. പേരയ്ക്ക ഇന്ത്യയിൽ എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്തത് കശുവണ്ടി. കശുവണ്ടി ധാരാളമായി കാണപ്പെടുന്ന പ്രദേശമാണ് ഉഷ്ണമേഖലാ പ്രദേശം. ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കശുവണ്ടി അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ല. അപ്പോൾ കശുവണ്ടി അല്ലെങ്കിൽ കശുമാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂരാണെങ്കിലും വ്യവസായങ്ങൾ കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ല. പോഷക സമൃദ്ധവും രുചികരവുമാണ് കശുവണ്ടിയുടെ പരിപ്പ് എന്ന് പറയുന്നത്. കശുവണ്ടി പരിപ്പിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കാൽസ്യം, ഇരുമ്പ്, മെഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവയാണ്. അപ്പൊ കശുവണ്ടി ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഉഷ്ണമേഖലാ സസ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരും കശുവണ്ടി അധിഷ്ഠിത വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലുമാണ്. കശുവണ്ടിയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം, ഇരുമ്പ്, മെഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവയാണ്. അടുത്തത് ഉരുളക്കിഴങ്ങ്. നമുക്കേറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങ് വിളയാണ് ഉരുളക്കിഴങ്ങ്.
ഉരുളക്കിഴങ്ങ് ഒരു കിഴങ്ങ് വിളയാണ്. ഉരുളക്കിഴങ്ങ് ചെടികളെ ആദ്യമായി കണ്ടെത്തിയത് അമേരിക്ക, മെക്സിക്കോ തുടങ്ങിയ ചില രാജ്യങ്ങളിലെ മലപ്രദേശങ്ങളിലാണ്. അപ്പൊ ഉരുളക്കിഴങ്ങ് ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാ? അമേരിക്ക, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ മലപ്രദേശങ്ങളിൽ. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം പെറു ആണ്. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം ഏതാണ്? പെറു. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം തുടങ്ങിയ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അപ്പൊ കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ, പേരക്കയുടേത് മെക്സിക്കോ, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്ക. കശുവണ്ടി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. കശുവണ്ടി അല്ലെങ്കിൽ കശുമാവ് കൃഷി കൂടുതലുള്ളത് കണ്ണൂർ ജില്ല. കശുവണ്ടി അധിഷ്ഠിത വ്യവസായങ്ങൾ കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ല. ഇനി ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം എന്ന് പറയുന്നത് പെറു. അന്നജം, പ്രോട്ടീൻ തുടങ്ങിയവ ധാരാളം അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അടുത്ത പഠിക്കാനുള്ളത് മരച്ചീനി. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്നത്. മരച്ചീനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു. മരച്ചീനി കേരളത്തിൽ പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ്. അപ്പൊ മരച്ചീനി കൃഷി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ് കൂടുതൽ പ്രചാരം നേടിയത്. ലോക മഹായുദ്ധ കാലത്തുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ഭക്ഷ്യവിളയാണ് മരച്ചീനി. ശ്രീ വിശാഖം തിരുനാളിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി തിരുവനന്തപുരത്തെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് നൽകിയ പേര് ശ്രീ വിശാഖം എന്നാണ്. അപ്പൊ അവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അവിടെ ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് നൽകിയ പേരെന്താണ്? ശ്രീ വിശാഖം. അപ്പൊ ശ്രീ വിശാഖം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ മരച്ചീനിയുടെ മറ്റൊരു പേരെന്താണ്? കപ്പ. കേരളത്തിൽ കൂടുതൽ പ്രചരിപ്പിച്ചത് ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവ്. അതുകൊണ്ട് തന്നെ അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് നൽകിയ പേരും ശ്രീ വിശാഖം. അടുത്തത് പപ്പായ. ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. പോഷക മൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ. പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഇരുമ്പ്, കാൽസ്യം, വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയവയാണ്. പപ്പായയുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. പപ്പായയുടെ ജന്മദേശം അമേരിക്ക. അടുത്തത് കൈതച്ചക്ക. ഹരിത കിരീടം വച്ച് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഫലമാണ് കൈതച്ചക്ക. ഹരിത കിരീടം വച്ച് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ഫലമാണ് കൈതച്ചക്ക. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. കൈതച്ചക്കയുടെ വിശേഷണം എന്താണ്? സ്വർഗീയ ഫലം. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. ഇതും ചോദിച്ചിട്ടുണ്ട്. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീൽ. ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. കൈതച്ചക്കയുടെ ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ചു വരുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ്. കൈതച്ചക്കയുടെ ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ച് വരുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ്. ദഹനത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഫലമാണ് കൈതച്ചക്ക. അടുത്തത് ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹ്യ അസമത്വങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി. വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ
എറണാകുളത്തെ ചെറായിൽ മിശ്ര ഭോജനം നടത്തുകയുണ്ടായി. ഭക്ഷണത്തിന്റെ പേരിൽ അസമത്വങ്ങൾ നിലനിന്നിരുന്നു. ആ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എവിടെ വെച്ച്? എറണാകുളത്തെ ചെറായിൽ വെച്ച് മിശ്ര ഭോജനം നടത്തുകയുണ്ടായി. സഹോദരൻ അയ്യപ്പൻ എറണാകുളത്തെ ചെറായിൽ മിശ്ര ഭോജനം നടത്തുകയുണ്ടായി. ഇനി എന്താണ് മിശ്ര ഭോജനം എന്ന് കൂടി നോക്കാം. വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ചു. ഏത് വർഷം? 1917 മെയ് 29. മിശ്ര ഭോജനം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചെറായി, എറണാകുളം, സഹോദരൻ അയ്യപ്പൻ, മിശ്ര ഭോജനം 1917 മെയ് 29. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. കാരണം എന്താണ് മിശ്രഭോജനം നടത്തിയതിന്റെ? എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തത് കാരണം ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ഈ അസമത്വത്തിന് കാരണമായത് ജാതി വ്യവസ്ഥയാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അസമത്വങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. ഈ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കില് ഇതിനെ കുറിച്ച് കുറച്ച് പോയിന്റ് കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നോക്കാം. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് അന്നത്തെ പ്രധാന സമുദായ പരിഷ്കർത്താക്കളോടൊപ്പം നെയ്യാറ്റിൻകരയിൽ വെച്ച് നടത്തിയ മിശ്രഭോജനത്തിൽ അയ്യപ്പനും പങ്കെടുത്തു. എല്ലാവരും ഒത്തുചേർന്ന കുമാരനാശന്റെ വീട്ടിൽ വെച്ച് പിന്നീട് മിശ്രഭോജനം നടത്തി. ലോ കോളേജിൽ FA ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപികേതര ജീവനക്കാർക്കും ഭക്ഷണം നൽകുന്നത് പതിവായിരുന്നു. സവർണർക്കും അവർണർക്കും വെവ്വേറെ ഹാളുകളിലായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. ഈ പ്രവൃത്തി അയ്യപ്പനെ പ്രകോപിതനാക്കി. കുട്ടികളിൽ കുറച്ചുപേർ അയ്യപ്പന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഒടുവിൽ കോളേജ് അധികാരികൾ താല്പര്യമുള്ളവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഒത്തുതീർപ്പിന് തയ്യാറായി. തുടർന്ന് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഈ സംഭവത്തിന് ശേഷം അയ്യപ്പൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിത്വമായി വളർന്നു വന്നു. വയർ കാളൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടത്തെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്ത് പോലുമല്ല. തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നത്. മണ്ണിൽ കുഴച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഭയങ്കരനായ ഒരു പട്ടിയുണ്ടായിരുന്നു. എന്നോടൊപ്പം അവനോടും ചെന്ന് കഴിക്കാൻ വീട്ടുകാർ പറഞ്ഞു. കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി. എതിര് ചെറോണയുടെയും അയ്യപ്പന്റെയും മകന്റെ ജീവിത സമരം. M. കുഞ്ഞാമൻ. സഹോദരൻ അയ്യപ്പനെ കൂടാതെ മറ്റു പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലുമുണ്ട്. ഇതിന്റെ പ്രധാനമായ കാരണങ്ങൾ യുദ്ധം, തൊഴിലില്ലായ്മ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയാണ്. പട്ടിണിക്ക് കാരണമായിട്ട് പറയുന്നത് യുദ്ധം, തൊഴിലില്ലായ്മ, കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം തന്നെ ലോകത്തിന്റെ പലയിടങ്ങളിലും പട്ടിണി ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ ഒരു കുട്ടിയെ ഭക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന കഴുകന്റെയും വിഖ്യാതമായ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ്? കെവിൻ കാർട്ടർ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലെ? സുഡാനിലെയാണ്. ചിത്രം എടുത്ത ആളുടെ പേര് കെവിൻ കാർട്ടർ. 1993 മാർച്ച് 26 പ്രസ്തുത ചിത്രം പ്രസിദ്ധീകരിച്ചത് ന്യൂയോർക്ക് ടൈംസിലാണ്. എന്തിലാണ് പ്രസിദ്ധീകരിച്ചത്? ന്യൂയോർക്ക് ടൈംസിൽ. ആഭ്യന്തര യുദ്ധം മൂലം ജനം നരകയാതന അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള UN പദ്ധതിക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. അപ്പൊ ആ 3 ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.
ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ ഒരു കുട്ടിയുടെയും കുട്ടിയെ ഭക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന കഴുകന്റെയും ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടർ ആ ചിത്രം പ്രസിദ്ധീകരിച്ചത് 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസിൽ ആഭ്യന്തര യുദ്ധം മൂലം ജനം നരകയാതന അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള യുഎന്റെ പദ്ധതിക്ക് പറയുന്ന പേര് ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. അടുത്ത് പറയുന്നത് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തിനെ കുറിച്ചാണ്. ബംഗാളിലെ കടുത്ത ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം 1943. ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം 1943. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിനും കാരണമായി. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇത് ഭക്ഷ്യക്ഷാമത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. അടുത്തൊരു പോർഷൻ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. വെരി വെരി ഇമ്പോർട്ടന്റ് പോർഷൻ. ആ വർഷം ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. പോഷക മൂല്യമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക. ഉച്ചഭക്ഷണ രീതി അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി, പൊതുവിതരണ സംവിധാനം, സംയോജിത ശിശു വികസന സേവന പരിപാടി എന്നിവ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കി വന്നു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക. പോഷക മൂല്യമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക. അതുപോലെ ഉച്ചഭക്ഷണ പദ്ധതി, പൊതുവിതരണ സംവിധാനം, സംയോജിത ശിശു വികസന സേവന പരിപാടി ഇതെല്ലാം തന്നെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഇനി 2023 എന്തായിട്ടാണ് UN കണക്കാക്കുന്നത്? 2023 UN അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് 2023. ഇങ്ങനെ ചെറുധാന്യ വർഷം ആചരിക്കുന്നു. അതിന്റെ കാര്യം എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ചെറുധാന്യ വർഷത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. ചെറുധാന്യ വർഷത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളെയാണ് ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത്. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചെറുധാന്യ വർഷത്തിന്റെ ലക്ഷ്യം. ചെറുധാന്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ജോവർ, റാഗി, വരക്, തിന. ജോവർ, റാഗി, വരക്, തിന എന്നിവയാണ് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നവ. അപ്പൊ UN അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് 2023. ചെറുധാന്യ വർഷത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചെറുധാന്യ വർഷത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഏതൊക്കെയാണ് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നത്? ജോവർ, റാഗി, വരക്, തിന എന്നിവയാണ് ചെറുധാന്യത്തിൽ പെടുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അപ്പൊ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അപ്പൊ ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.